പിന്നെ ഒന്നിത് പുറത്തോടിച്ച് നോക്കാൻ പറ്റുമോ നമുക്ക്? ഈ വണ്ടി അതൊന്ന് പുറത്ത് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇതില്ലേ അതാ ടെസ്റ്റ് ചെയ്ത് വേണ്ടി നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പാടില്ല. അതെ, അത് ടെസ്റ്റ് ചെയ്ത് ഏത് എടുക്കാൻ പറ്റുമോ? എടുക്കാം അല്ലേ? ഇതല്ല നീലല്ലേ? ആ ഒരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് സാറ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം മുതൽ ഹിമാചലിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറ് എന്തായാലും വന്ന് മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളും. അപ്പോൾ എന്തായാലും സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് കോൾ ചെയ്തിട്ട് നമുക്ക് കാണാം. വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഘോരിയാണ് കണ്ണൂരിലെ കേരളത്തിൽ തന്നെ ആദ്യത്തെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടില്ല. അപ്പോൾ വരുന്നത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ സാർ ഇവിടെ വാരത്ത് അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും സാറൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഹലോ ഗായ്സ്, ഞാനിത് കണ്ണൂർ SS മോട്ടോഴ്സ് എന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളൊരു തീർത്ഥയാത്രയോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ കണ്ണൂരിൽ നിന്ന് ഒരു വിഷ്ണുമായ ഗുരുജി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. അവർ തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് കേരളം മുതൽ അതുപോലെ ഹിമാചലിലേക്ക് യാത്ര ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്കൊന്ന് സാറൊന്ന് കാറിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയിട്ട് വരാം.
ചെയ്യുന്നു? ഇവിടെ എന്താ അക്കൗണ്ടിങ് കുറേ ഇവിടെ ഇല്ല, അത്ര മതിയുള്ളൂ. എന്താ പേര്? വൈഷ്ണവ്. വൈഷ്ണവ്. എവിടെ സ്ഥലം? തലശ്ശേരി. തലശ്ശേരി. ഡെയിലി പോയി വരുത്താം? ആ, ഡെയിലി പോകും. ഹലോ, നമസ്തേ. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മൻസീർ. മൻസീർ. ഇവിടെ എന്താ ജോലി? ഞാനിവിടെ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യും. ടീം ലീഡറായിട്ട്. മൊത്തം ഇതിൻ്റെ മൊത്തമാണോ? ഇവിടെ സെയിൽസിൻ്റെ ബ്രാഞ്ചാണ്. പിന്നെ എത്ര സ്റ്റാഫുണ്ട് ഇവിടെ? ഇവിടെ ഏകദേശം 7 സ്റ്റാഫ് വരുന്നുണ്ട് സെയിൽസിൽ. എത്ര? 7 സ്റ്റാഫ്. പുറത്ത് മാത്രം? പുറത്ത് ഒട്ടാകെ എത്ര പേരുണ്ട്? ഏകദേശം ഒരു 42. സർവീസ് എല്ലാം പെട്ടെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആയി തരും അല്ലേ? കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ ചെയ്തത്. ഇത്ര സർവീസ് ഫസ്റ്റ് സർവീസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 1 ഹവറിനുള്ളിൽ ചേഞ്ച് കാര്യങ്ങൾ എല്ലാം ആയി തരും അല്ലേ? നെക്സ്റ്റ് സർവീസ് എത്ര തന്നെ വരുന്നു? 500 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 കിലോമീറ്റർ വരും. പിന്നെ 10,000 സർവീസ് 10,000. എത്ര സർവീസ് ആണ് ഫ്രീ ആയിട്ടുള്ള? 4 ഫ്രീ സർവീസും 3 പെയ്ഡ് സർവീസും. അങ്ങനെയാണ് അല്ലേ? ഫ്രീ സർവീസ് മീൻസ് ലേബർ ചാർജാണ് ഫ്രീ വരുന്നത്. ഓയിലിന് ചാർജ് വരുന്നുണ്ട്. അല്ലേ? അതായത് ഫസ്റ്റ് സർവീസിൽ 500 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 10,000 ഓയിൽ ചേഞ്ച് വരും. പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ ഇതിൽ കഴിഞ്ഞാൽ പിന്നെ ഫോർത്ത് സർവീസ് ഇതുപോലെ ഫ്രീ സർവീസാണ്. ലേബർ ചാർജ് അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ഇത് ഓയിൽ ചേഞ്ച് വരുന്നത്? 5,000 കിലോമീറ്ററിലും ചെയ്യാം. അല്ല, ഓയിൽ ചേഞ്ച് എത്രയായിരുന്നു? ഇത് സെമി സിന്തറ്റിക് ഓയിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10,000 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട് അല്ലേ? ആ റേഞ്ചിൽ നോക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഇവിടെ മാത്രം വേറെ എവിടെയെല്ലാം ഉണ്ട്? നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എവിടെ നിന്ന് റോയൽ എൻഫീൽഡ് സർവീസ് ചെയ്യും. ഓതറൈസ്ഡ് ഡീലർഷിപ്പ് എവിടെ നിന്ന് ചെയ്യും? ഇന്ത്യയിൽ എവിടെയും ചെയ്യാൻ പറ്റും അല്ലേ? അല്ല, അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളും എങ്ങനെയാണ്? റൂട്ട് മാപ്പ് കാര്യങ്ങൾ സാർ എവിടെയാണ് നോർത്തിൽ എവിടെയാണ് പോകുന്നത്? ഞാൻ ഹിമാലയത്തിലേക്ക് പോകുന്നതാണ്. ഹിമാലയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ സാറിന് അങ്ങനെ ഡൽഹിയിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സാറിന് തരാം. പിന്നെ അതല്ല, രണ്ടാമത് വെച്ചാൽ ബുക്ക് ചെയ്യേണ്ടി വരില്ല ഇതുപോലെ മുൻകൂട്ടിയിട്ട്? അത് സർവീസ് സാർ പോകുന്ന ഏകദേശം ഒരു 1 ഡേ മുമ്പ് ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് സംസാരിച്ചിട്ട് സാറിന് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തു തരും അല്ലേ? അവിടെ ഇത് എക്സ്പെൻസീവ് ഇല്ല? എക്സ്പെൻസിന് പേരിലല്ല? ഇല്ല, സെയിം ഇവിടുത്തെ അതേ സെയിം എക്സ്പെൻസ് അല്ലേ? പിന്നെ ബാക്കി പാർട്സും കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പനി സാധനം തന്നെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലേ? നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കമ്പനി ചില വീട്ടിൽ എന്താക്കുന്നത് വെച്ചാൽ വണ്ടീൻ്റെ ഓയിൽ ഇവിടെ കമ്പനീൻ്റെ വലിയ ചാർജാണ്, അതുകൊണ്ട് പുറത്ത് പോയി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് ഒഴിക്കുന്ന കൂട്ടുണ്ട് ചില പേര്. അപ്പോൾ അത് ചിലതൊക്കെ ഡാമേജ് ആയി പോയിട്ട് പറയുന്നുണ്ട്. പാർട്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ജെന്യുവൻ പാർട്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻഫീൽഡിൻ്റെ പാർട്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാം റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ്. എൻഫീൽഡിൻ്റെ പാർട്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? പുറത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ? ലോക്കൽ മാർക്കറ്റിലൊക്കെ സെക്കൻഡ് പാർട്സ് കിട്ടും ഉണ്ടല്ലേ? അതാ വെച്ചാൽ കമ്പനി പാർട്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ് വണ്ടിക്ക് കുറച്ചും കൂടി. പക്ഷേ അല്ല, ഇത് ഈ റോയൽ എൻഫീൽഡിൻ്റെ പാർട്സ് എല്ലാം ചിലത് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നില്ലേ? ഇറങ്ങുന്നുണ്ടോ? റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവൻ പാർട്സ് മാത്രമേ ഇറങ്ങുന്നുള്ളൂ അല്ല? അങ്ങനെയല്ല, ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഇറങ്ങുന്നുണ്ടോ? പുറമെ വേറെ കമ്പനി ഇറക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നതല്ലേ? അവിടെ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ആപ്പിളിൻ്റെ ഫോൺ സെറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വലിയ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും അല്ലേ? ഭീമാപ്പള്ളീനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് റോയൽ എൻഫീൽഡ് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത്. അതെ, അറിഞ്ഞു അല്ലേ? പിന്നെ ഈ നമ്മൾ സർവീസിന് കൊടുത്താൽ എത്ര സമയം കൊണ്ട് കിട്ടും? രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വർക്ക് ജസ്റ്റ് പറയാൻ കഴിയില്ല അല്ലേ? എങ്ങനെയാന്ന് ഇല്ല, അത് നമ്മൾ വന്നതിൽ തിരക്കില്ലാന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അധികം ലേറ്റ് ആവില്ല അല്ലേ? അന്ന് കൊടുത്താൽ തന്നെ കിട്ടുമല്ലോ അല്ലേ? അന്ന് കിട്ടും. എന്നാൽ ശരി, നമസ്തേ, കാണാം. ഓക്കെ, താങ്ക് യു, വെൽക്കം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ശ്രീജിത്ത്. അല്ലേ? എവിടെ സ്ഥലം? ഞാൻ കൂത്തുപറമ്പ് അല്ലേ? പിന്നെ ഈ റോയൽ എൻഫീൽഡിൽ എന്താ വർക്ക് നിങ്ങൾക്ക്? ഇവിടെ ഞാൻ ജനറൽ മാനേജറാണ്. ജനറൽ മാനേജറാണ്. എത്ര വർഷമായി ഇവിടെ? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് 20 years ആയി. 20 വർഷമായല്ലേ ഇതിൽ വർക്ക്? അതെ. ആദ്യം ഇവിടെ തന്നെ ആദ്യം മരിക്കാർ മോട്ടോഴ്സ് എന്ന് പറയും. റോയൽ എൻഫീൽഡ്, അംബാസിഡർ, കാർ ഇതിൻ്റെയൊക്കെ ഡീലറായിരുന്നു. മരിക്കാർ മോട്ടോഴ്സിലായിരുന്നു ആദ്യം അല്ലേ? അവിടെ ഒരു 6 വർഷം വർക്ക് ചെയ്തതിന് ശേഷം റോയൽ എൻഫീൽഡ് എസ്കോ എന്ന് പറയുന്ന ഡീലർഷിപ്പ് എടുത്തു. അപ്പോൾ എസ്കോയിലേക്ക് മാറി. അവിടെ ഒരു 2.5 വർഷം എസ്കോ ഉണ്ടായിരുന്നു. അതിനുശേഷം 2009 SS മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കണ്ണൂർ മക്കാനിൻ്റെ അവിടെ ഏകദേശം ഒരു 3 വർഷം അവിടെ വന്നതിന് ശേഷം സ്വന്തമായിട്ട് താഴെ ചൂവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഷോറൂം ഷിഫ്റ്റ് ചെയ്തു.
അവിടുന്ന് പിന്നെ കുറച്ചും കൂടി ടൗണിലേക്ക് തന്നെ മാറി. ടൗണിൽ വന്നിട്ട് കണ്ണൂത്തുംചാല കല്യാൺ സിൽസിനൊക്കെ അടുത്തായിട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തു. അതെ, ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ തൊട്ടടുത്ത് MVK ഹോട്ടലിൻ്റെ മുമ്പിലായിട്ട് ഓൾറെഡി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു 2 വീക്സ് കൊണ്ട് തന്നെ നമ്മൾ അവിടത്തേക്ക് പുതിയൊരു ഷോറൂം കൂടി കണ്ണൂർ വരുന്നുണ്ട്. കണ്ണൂരിൽ ശരിക്കും എത്ര ഷോറൂം ഉണ്ട്? കണ്ണൂർ ഇപ്പോൾ SS മോട്ടോഴ്സ് മാത്രമേ ഉള്ളൂ. അതെ. അപ്പം ഈ നമ്മളെ തോട്ടടക്കുള്ളത് നമ്മൾ സർവീസ് സെൻ്റർ ആയിരുന്നു. അത് കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഈ ഭാരത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സർവീസ് സെൻ്റർ ഉണ്ട്. ഈ സ്ഥലത്തിന് എന്താ പേര്? ഇവിടെ വാരം എന്ന് പറയും. വാരം ചതുരക്കണത് അല്ലേ? എയർപോർട്ട് റോഡാണ്. മേലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ ഏകദേശം ഒരു 6 കിലോമീറ്ററോടെ ഉള്ളൂ. അതുപോലെ തന്നെ എയർപോർട്ടിലേക്കാണെങ്കിലും ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വളരെ എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വണ്ടി ഇപ്പം ഓൾറെഡി ഇപ്പം എത്ര ചെയ്യുന്നുണ്ട്? സെയിൽ ഒരു 100 നമ്പേഴ്സ് വെച്ചിട്ട് ഏവറേജ് ഒരു മാസം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അല്ലേ? എന്നാലും കൊറോണ കുറച്ച് കുറവായിരിക്കും അല്ലേ? കൊറോണ ശരിക്ക് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ആ ഒരു സമയത്ത് മാത്രമല്ല. കൊറോണ അങ്ങനെ ആ സമയത്ത് നമ്മൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് കുറച്ചൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതിപ്പോൾ പഴയതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നു. അപ്പം ഇവിടെ വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളാണെന്ന് ഇല്ല. അങ്ങനെ ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഒരുപാട് വർഷങ്ങളായ മോഡലാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഇതുവരെ ബുള്ളറ്റിന് അങ്ങനെ ഒരു സ്പെസിഫിക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. കൊടുക്കൊണ്ട് ഒരു ഡീലർ ഉണ്ടായിരുന്നില്ല? അത് മുന്നേ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. പിന്നെ കരികൽ കുഴി ഒന്നും ഉണ്ടായിരുന്നില്ല? കരികൽ കുഴി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴേ ഇല്ല, കൂട്ടിയിട്ടാണ്. ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഇവിടെയാണ്. കണ്ണൂർ SS മോട്ടോഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെ, കണ്ണൂർ SS മോട്ടോഴ്സാണ്. സാറ് ഇതിൻ്റെ എന്താ പറയുക, ഈ ഓഫീസിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും? തീർച്ചയായും. ഇവിടെ 9567862455 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സെയിൽസും, 9567862457 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സർവീസിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അത് പിന്നെ സർവീസ് എല്ലാ ദിവസവും അല്ലേ? ഏതെങ്കിലും 3 ദിവസം ഉള്ളു? എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞു കേട്ടു ഒരു വെള്ളി ശനി ഇല്ല എല്ലാ വിഷു ആയതുകൊണ്ട്. അതെ, ഈ ഒരു വിഷു സമയത്ത് 3 ദിവസം അവധിയാണ്. എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ഇവിടെ ഏകദേശം ഒരു 45 സ്റ്റാഫ് ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി സെയിൽസിലും സർവീസിലും 45 പേര് വർക്ക് ചെയ്യുന്നു. അതെ, ഇപ്പോൾ ഇവിടെ തന്നെ കണ്ണൂർ വെച്ച് ഏറ്റവും വലിയ ഷോറൂം ഇപ്പോൾ ഓൾറെഡി സർവീസ് സെൻ്റർ നന്നായിട്ട് നമ്മൾ വളരെ ഫുൾ ഫ്ലഡ്ജിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-15 ബേയോളം ഉണ്ട്. അതിൽ ബേ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള മെക്കാനിക്സ് ആണ് ഉള്ളത്. എല്ലാ ട്രെയിനിങ്സ് റോയൽ എൻഫീൽഡ് ഒരുപാട് ട്രെയിനിങ്സ് ഉണ്ട്. ആ എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്ത മെക്കാനിക്സ് ആണ് ഇവിടെ നിലവിൽ ഉള്ളത്. എന്തായാലും സാറേ, ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ഡീലർമാരുടെ പെരുമാറ്റം വളരെ സൂപ്പറാണ്. താങ്ക് യു. അത് നിങ്ങളെ ഒറ്റയാളെ പ്രയത്നം കൊണ്ടാണ്. തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അവർ പിന്നെയും കസ്റ്റമേഴ്സിന് നമുക്ക് റെഫറൻസ് ത്രൂ വരുള്ളൂ. അതുകൊണ്ട് ഇതിന് നെഗറ്റീവും പോസിറ്റീവും അവർ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും. ചിലവരെന്താക്കുന്ന വെച്ചാൽ നെഗറ്റീവ് ഒളിപ്പിച്ച് വെച്ചിട്ട് പോസിറ്റീവ് മാത്രമേ അല്ല, കൃത്യമായി നെഗറ്റീവ്സും. അതുമാത്രമല്ല റോയൽ എൻഫീൽഡ് ഒരു പ്രത്യേകത പറഞ്ഞാൽ കമ്പനി തന്നെ ഏത് കസ്റ്റമേഴ്സിനും എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് റോയൽ എൻഫീൽഡ് കമ്പനിയെ തന്നെ അപ്രോച്ച് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റാഫും നിങ്ങളെ കംപ്ലയിൻസ് അറ്റൻഡ് ചെയ്യാൻ ഏത് സമയത്തും നമ്മൾ നിരന്തരം അറ്റൻഷനിൽ തന്നെ നിൽക്കുക. തീർച്ചയായും. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ഒരു വണ്ടി ഇതിപ്പം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും ഇപ്പം അതിൻ്റെ ലോണ് എല്ലാം സെറ്റായി കഴിഞ്ഞ ശേഷം ഇവിടെ എടുക്കാനാണ് കരുതി. തീർച്ചയായും വളരെ സന്തോഷം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നല്ല പെരുമാറ്റം, പിന്നെ അതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും പറഞ്ഞു തരും. തീർച്ചയായും മോശം വശങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ അത് നമ്മൾ സ്വതവേ എല്ലായിടത്തും നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം കച്ചവടമാവുക, നിങ്ങൾ മോശമായിരുന്നത് നല്ലതായത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ ഇതല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് ഇവിടുത്തെ എന്താ പറയുക സെയിൽസ്മാനും എല്ലാം വളരെയധികം നല്ല നീറ്റ്. അത് ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെയൊന്നല്ല. അവരെങ്ങനെയെങ്കിലും അവരെ സാധനം കച്ചവടമാക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുക എന്നല്ലാണ്ട് ഇതല്ല ചെയ്തത്. ഇവരത് ചെയ്യുന്നു ഇതിൻ്റെ എല്ലാ ഗുണങ്ങളെ പറ്റിയിട്ടും ഇതിൻ്റെ സർവീസിനെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും. അപ്പം വേറെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഒരു വണ്ടി എടുക്കാൻ. സന്തോഷം. നമ്മൾ എല്ലാവരും സപ്പോർട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. എന്തൊക്കെ കോർപ്പറേഷൻ കൊണ്ട് അതൊക്കെ പറഞ്ഞാൽ മതി. തീർച്ചയായും. പിന്നെ അതുപോലെ ഇനി ഇവിടുത്തെ സർവീസ് ചെയ്യാറുണ്ട്. സർവീസ് എങ്ങനെ, എത്ര സർവീസാണ്? 4 ഫ്രീ സർവീസാണ് ഉണ്ടാവുന്നത്. അതൊരു പീരിയോഡിക്കൽ സർവീസാണ് വരുന്നത്. ഫസ്റ്റ് 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 മാസമാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. പിന്നെ എല്ലാ 5000 കിലോമീറ്റേഴ്സിലും നമുക്ക് സർവീസ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ മാസവും കൃത്യമായിട്ട് നമ്മൾ
കെയർ ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് സർവീസ് മിസ്സാവും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി എക്സ്റ്റൻഡഡ് വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇതൊക്കെ ഡെലിവറി സമയത്ത് നമ്മൾ തരുന്നുണ്ട്. അതും മാക്സിമം കസ്റ്റമർ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. സ്റ്റാഫിൽ നല്ല വർക്കാണ്, നല്ല വർക്കാണ്. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയ സ്റ്റാഫാണ്. സെയിൽസിലാണെങ്കിലും അതുപോലെ തന്നെ സർവീസിലാണെങ്കിലും എക്സ്പീരിയൻസ് ആയ മെക്കാനിക്കൽ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സർവീസ് മാനേജർ ആണെങ്കിലും ഫ്ലോർ മാനേജർ ആണെങ്കിലും ഇവരൊക്കെ റോയൽ എൻഫീൽഡിൽ തന്നെ ഏകദേശം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. തീർച്ചയായും അപ്പുറം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതേപോലെ തന്നെ അപ്പുറം ഉണ്ടാവും. അവിടെ താണക്കല്ല, കണ്ണൂത്തുംചാല് ഈ പറഞ്ഞ MBK മുമ്പിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് MBK റെസ്റ്റോറൻറ്റിന് മുന്നിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. അവിടെ ഇതുപോലെ സെയിൽസ് അതുപോലെ അവിടെ സെയിൽസ് മാത്രമേ ഉള്ളൂ. അവിടെ സെയിൽസ് സർവീസ് അല്ലേ? സർവീസും ഉണ്ട്, ഇവിടെ സർവീസും ഉണ്ട്, സെയിൽസും ഉണ്ട്. അവിടെ സർവീസ് കാരണം വെച്ചാൽ സെയിൽസ് കാരണം വെച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ കുറച്ചുകൂടി അകത്തോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സെയിൽസ് നമുക്ക് അവിടെ ഞാനൊക്കെ സാറോട് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ ഞാൻ റോയൽ എൻഫീൽഡ് എടുക്കാൻ വേണ്ടി വന്നു. ഓക്കെ. അപ്പം വന്നപ്പോൾ നമ്മളെ വാക്സിൻ രൂപയെല്ലാം കണ്ടപ്പോൾ ഇവർക്ക് ഓരോ എക്സ്പേർട്ട് പോലെ അപ്പം എന്ന് വെച്ചാൽ അത് ഇവിടെയല്ല കൊടിക്കൊണ്ട് ഞാൻ പോയ സമയത്ത് അവിടെ തടിച്ചൊരു സ്ത്രീ ആയിരുന്നു ഉണ്ടായത്. ഓക്കെ. അപ്പോൾ അവർ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ അവർ മറ്റുള്ള കാര്യത്തിന് ഇമ്പോർട്ട് കാണിക്കുന്നു. അതിന് കുറച്ച് കാറ്റലോഗും കാര്യങ്ങളായിട്ട് മുന്നിട്ട് വന്നത് ഇതിങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം നിർത്താമെന്നുള്ള ഇതിൽ പോലെ നമ്മൾ ഗുഡ് ബൈ മറ്റേ മാറുന്നത്. നമ്മൾ ഓൾറെഡി ആളെ അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ അവർ ആ ഒരു ഇതിലല്ലല്ലോ നമ്മൾ കാണുന്നത്. അവർ അപ്പിയറൻസിലല്ല നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ ഒരാളെ നമ്മൾ വിലയിരുത്തുക വെച്ചാൽ അയാൾ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ്. തീർച്ചയായും അതെ. നമ്മൾ ഒരാളോട് പെരുമാറി ഇപ്പം നിങ്ങൾ ആ ഒരു ചീ മതി, നിങ്ങൾ ആ ഒരു പ്രസൻസ് മതി, നമുക്കത് അല്ല നമുക്ക് ഒരു കസ്റ്റമറെയും അവരെ പിന്നെ പെട്ടെന്ന് ഫസ്റ്റ് കാണുന്ന ആ ഒരു അപ്പിയറൻസ് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ കസ്റ്റമർ 10 കസ്റ്റമർ വന്നാൽ ചിലപ്പോൾ ഒരാളെ വണ്ടി എടുക്കുള്ളൂ. അതെ. പക്ഷേ ഈ 9 ആളും നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ റെഫറൻസിൽ നമുക്ക് പിന്നെയും ബിസിനസ് വരും. അത് വരും. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ അത്ര 10-15 പേരോട് ഞാൻ പറഞ്ഞു നല്ല സർവീസാണ്, നല്ല ഇതാണ്, നല്ല ഡീലിംഗ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ പോയി അന്വേഷിച്ച് നോക്കും, വാങ്ങണ്ട, നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു ഇത് മനസ്സിലാവും. ഓക്കെ. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കച്ചവടം വേണ്ടി നമ്മൾ ശ്രമിക്കും. അതെ. പക്ഷേ ഞാനൊരു മോശമായ സാധനം കൊണ്ടുവന്ന് നിങ്ങളെ തലയിൽ കെട്ടി വെക്കാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ. അല്ലേ? അതല്ലേ പറയുന്നത്? അതെ 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 തീർച്ചയായും. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവും പറഞ്ഞു തരും. നിങ്ങൾ ഇതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്കുള്ള റെഫറൻസ് ത്രൂ നമുക്ക് ഇനിയും കസ്റ്റമറെ കിട്ടാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അന്ന് ഞാനിവിടെ വന്നിട്ട് അന്വേഷിച്ച് ഇതിനെ പറഞ്ഞ പറ്റി എല്ലാം പോയ സമയത്ത് ഇവിടുത്തെ ആ ഒരു ഡീലിംഗ് കൊണ്ട് മാത്രം ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരാൻ. താങ്ക് യു. അത് വണ്ടി ആവശ്യമാണ്. പക്ഷേ വണ്ടി ആവശ്യമാണ് നമുക്ക്. പിന്നെ അവിടുത്തെ ആ ഒരു പെരുമാറ്റം നമ്മൾ ഏതൊരു മേഖല പോകുമ്പോൾ നമ്മളെ പറ്റിച്ചാളിയോ എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക്. നമ്മൾ ഇപ്പോൾ എന്ത് സംഗതി പോകുമ്പോൾ നമ്മളെ ഒരാൾക്ക് കൈമ കെട്ടി കഴിഞ്ഞാൽ നമ്മളെന്താക്കും വീഞ്ഞായി. അപ്പോൾ അതുപോലെ ചെയ്താലോ എന്നൊരു പേടി നമുക്കുണ്ട്. ഓക്കെ. ഫ്രീഡം ഓൾറെഡി ബ്യൂട്ടിഫുൾ. നമുക്ക് വളരെ സന്തോഷം അവിടെ വണ്ടി എടുക്കുന്നു. അതുകൊണ്ട് അത് ഒരുപാട് പേര് പറഞ്ഞു ശ്രീജിത്ത്. പൂത്തോർന്ന് അല്ലേ? നല്ല നമസ്കാരം. താങ്ക് യു.